ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. തുമ്പിക്കൈലമർന്ന പന്തലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാഗതയും കലമ്പുധനുഷം ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊരു പാശമുടനെ നീലോൽഫലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകൻ എനിക്കേറ്റം തുണച്ചീടണം വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി. കള്ളം കളഞ്ഞു കമലത്തിലിരുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കനുള്ളത്തിൽ വന്ന് വിളയാടിയിടുക സരസ്വതി നീ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശംഖാംസി ചാപസരഭിന്നകരാം ത്രിനേത്രാം ദിഗ്മേതരാം സുവിലസത്കിരീടാം സിംഹസ്ഥിരാം സിദ്ധനചതുർഗാം ദുർവാനിഭാം ദുരിത വർഗഹരാം നമാമി. ബാണാഷ്ടശതശേഖരം ധൃത സുവർണപുഞ്ചപ്രഭം വരാഭരണഭൂഷണം തരുണജാലതാമ്രം ശുഭം സൗരജ്യവരലക്ഷണം നവസരോജരക്തക്ഷണം നമാമി ശിരസാ സുരാസര നമസ്കൃതം വാസുകി. സംപൂജ്യരായിട്ടുള്ള സജ്ജനങ്ങളെ, സാദര നമസ്കാരം. പുതിയോട്ടിലെ മുതുവാട്ട് ശ്രീ നാഗകാളി ക്ഷേത്രത്തിന്റെ അങ്കണത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള നാഗകാളി പുനഃപ്രതിഷ്ഠ നടന്ന ഈ മനോഹരമായിട്ടുള്ള ഈ സുദിനത്തിലെ ഈ ക്ഷേത്രത്തിലെ സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങൾക്ക് നമോവാകം പറഞ്ഞുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ചു നേരം നിങ്ങളുമായി സംവദിക്കാനായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അവിടെ ഇവിടെയൊക്കെ നിൽക്കാതെ ഉള്ള ഇരിപ്പിടത്തിലൊക്കെ എല്ലാവരും കയറിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ എന്താണ് ആചാരങ്ങള്, എന്താണ് അനുഷ്ഠാനങ്ങൾ? അതാണ് വിഷയം. നമുക്ക് തന്ന വിഷയം എന്താണ്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ആചരിക്കുന്നത് എന്താണോ അതിനെയാണ് ആചാരം എന്ന് പറയുന്നത്. അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? ആചാരങ്ങളാണ്. ആചാരങ്ങൾ തുടങ്ങേണ്ടത് എവിടെയാണെന്ന് വെച്ച് ചോദിച്ചാല് അത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അപ്പൊ വീട്ടിലെ അനുഷ്ഠാനങ്ങളാണ് ആചാരങ്ങളും, സമൂഹത്തിലെ അനുഷ്ഠാനങ്ങളായി പദ്ധതികളായി വരുന്നത്. അതിനാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സംവിധാനം പണിത് വെച്ചിട്ടുള്ളത്. നാനാവിധത്തിലുള്ള സ്വഭാവവും നാനാവിധത്തിലുള്ള വീടുകളിൽ താമസിക്കുന്ന സജ്ജനങ്ങള് ഒരു ഇടത്തിലേക്ക് വന്നു ചേരുകയും ആ ഇടത്തിലെ തന്റെ ആരാധനമൂർത്തികളെ വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായം, അതാണ് ക്ഷേത്ര സമ്പ്രദായം, അതാണ് അനുഷ്ഠാനം. അപ്പൊ ആചരണങ്ങൾ എവിടെ തുടങ്ങണമെന്ന് ചോദിച്ചാൽ തൻ്റെ വീട്ടിൽ ആരംഭിക്കണം. ഇല്ലത്തെ ദേവാലയമില്ലാത്ത ഒരാൾക്ക് പിന്നെ ക്ഷേത്രത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇല്ലത്ത് ഗണപതി ഹോമം ചെയ്യാത്ത ക്ഷേത്രത്തിൽ വന്നിട്ട് ഗണപതി ഹോമം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. മനസ്സിലായില്ലേ? അപ്പൊ 5 മണിക്ക് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യേണ്ട ആള് 4 മണിക്ക് എണീറ്റ് 4:30 എവിടെ ചെയ്യണം? തൻ്റെ വീട്ടിൽ ചെയ്യണേ. മനസ്സിലായില്ലേ? അതായത് വീട്ടിൽ വെച്ച് കുളിച്ച് കഴിഞ്ഞ് വീട്ടിൽ പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് അമ്പലത്തിൽ വന്നിട്ട് വിളക്കിനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അധികാരം തന്ത്രം പറഞ്ഞിട്ടില്ലാണ്. മനസ്സിലായി? അതാണ് നേരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടൊക്കെ ചിലപ്പോൾ എന്തായിത്തീരും, ഒന്നുമില്ല, ഒരു ആരാധന ഇല്ല, രാവിലെ എനിക്ക് കുളിച്ചു, നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടു നേരെ ഇങ്ങോട്ട് പോരും. അമ്പലത്തിലല്ലേ പരിപാടി, അവിടെ പരിപാടി ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിലേക്ക് കടന്നു വരുമെന്നാണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആചാരങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മുടേത്? വസിക്കുന്ന സ്ഥലത്ത് നിഷ്ഠയുള്ളതായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഉണ്ടാകണം. ഒന്ന്, ഒരു കൃത്യസമയത്തെ ആധാരമാക്കിക്കൊണ്ട് പ്രതിദിനത്തെ എഴുന്നേൽക്കാൻ തന്നെ നമുക്ക് സാധിക്കണം. അതാണ് ആദ്യം വേണ്ടതെന്നാണ്. ഇപ്പൊ മണ്ഡലകാലാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞങ്ങോട്ട് പോയത്. മണ്ഡലകാലത്ത് ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്നു, പരിസരത്തുള്ള അമ്പലങ്ങളിൽ നിന്നൊക്കെ
അതീവ രാവിലെ തന്നെ കീർത്തനങ്ങളും കാര്യങ്ങളും റെക്കോർഡുകളൊക്കെ കേൾക്കണം. എല്ലാവർക്കും ഒരു ശുദ്ധി എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവരും നേരത്തെ തന്നെ എനിക്ക് കുളിക്കണം, അമ്പലത്തിൽ പോകണം. പക്ഷെ അതെല്ലാം ഇനിയിപ്പോ കല്യാണ ദിവസങ്ങളാണ്. നോക്കൂ, ഞങ്ങളുടെ അരികത്തെ വീട്ടിൽ ഇന്ന് കല്യാണമാണ്. അപ്പൊ അതെല്ലാം മാറി മറിയും ഇന്ന് നാളെയൊക്കെ ആയിട്ട് അല്ലേ. ഇന്ന് ന്യൂ ഇയർ, പുതിയ വർഷത്തിന്റെ ആരംഭത്തിന്റെ കുറിക്കുന്നു. അതെല്ലാം മണ്ഡലവും എന്ന് തീരും, ഇന്ന് തീരും. മനസ്സിലായി? അപ്പൊ നമ്മുടെ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവിടെ തകിടം മറിയുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു പുതുവർഷത്തിന്റെ ഒരു ആരംഭ ദിനം തന്നെ നമ്മുടെ ഈ പ്രതിഷ്ഠയെ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചു അല്ലേ. അത് എന്നെ സജ്ജനങ്ങളോട് നമോഭാഗം പറയുകയാണ്. കാരണം ഒരു ഐശ്വര്യത്തെ നമ്മൾ കൊണ്ടുവന്ന് കൊടി ഇരുത്തി കഴിഞ്ഞു. തന്ത്രിവീരന്മാര് ഇനി നിങ്ങൾ ആയിക്കോളൂ എന്ന് പറഞ്ഞ് നമുക്ക് സമ്മതം തന്ന് അവരെന്ത് ചെയ്തു, പൂജാതി കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് അവരിവിടെ നിന്ന് പോവുകയും ചെയ്തു അല്ലേ. അതാണ് ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ വേദി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആചാരങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നല്ല ആരംഭിക്കേണ്ടത്, വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ കുളിക്കണം. ആചാരത്തെ പദ്ധതിയിൽ ആദ്യം എന്താണ്? ആദ്യം സ്നാനം തന്നെയാണ്. അപ്പൊ പുലർച്ചെ എഴുന്നേറ്റ് വന്നാൽ പ്രകൃതിയെ കണി കാണണം ആദ്യം അല്ലേ. അപ്പൊ പ്രകൃതിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്റെ അംഗത്തെ കണി കാണണം. തന്റെ അംഗങ്ങളില് ത്രിദേവതകള് ഇരിക്കുന്ന ഇടമാണ് കൈപ്പത്തി എന്ന് പറയും, ഉള്ളംകൈ എന്ന് പറയും നമ്മുടെ സാധാരണ. കരവന്ദനം അത് എല്ലാ മതസ്ഥർക്കും അത് വിധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരത് ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അഭംഗിയായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് വാസ്തവം. കരാഗ്രവസതേ ലക്ഷ്മി കരമന്യേതു സരസ്വതി കരമൂലെ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. സമവേദത്തിലെ ശ്രദ്ധേയമായ ഒരു മന്ത്രമാണ് ഈ 4 വരി. അത് നമ്മൾ അനുഷ്ഠിക്കണം. അപ്പൊ എന്താ പറഞ്ഞത്? കരാഗ്രവസതേ ലക്ഷ്മി, കരത്തിന്റെ അഗ്രത്തിൽ വസിക്കുന്ന ലക്ഷ്മിക്ക്, കരമധ്യത്തിലെ കരത്തിന്റെ സെന്ററിൽ വസിക്കുന്ന സരസ്വതി ദേവിക്ക്, കരത്തിന്റെ ചോട്ടിൽ വസിക്കുന്നതായിട്ടുള്ള കരമൂലെ സ്ഥിത ഗൗരി, ഗൗരിക്ക് അമ്മയായ ഗൗരിക്ക് ഒക്കെ എൻ്റെ നമസ്കാരം. അതിന് ഞാൻ കണ്ണുകൊണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ നോക്കി കാണുകയാണ് എന്നാണ്. അങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? അങ്ങനെ ചെയ്ത് പിന്നീടോ നമുക്ക് മുൻപോട്ട് വെക്കണമല്ലേ. പ്രവർത്തിക്കണമെങ്കിൽ നടക്കണമെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മുൻപോട്ട് നമ്മുടെ പാദത്തെ വെക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സമുദ്രവസനേ ദേവി പർവതസ്ഥലമണ്ഡലേ വിഷ്ണു പത്നീ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അല്ലയോ സമുദ്രങ്ങളുടെ സമുദ്രങ്ങളാകുന്ന മുഖങ്ങൾ ഉള്ളവളെ, പർവ്വതങ്ങളാകുന്ന മാറിടങ്ങൾ ഉള്ളവളെ, സർവവും നിയന്ത്രിക്കുന്ന സർവവും ലയിച്ചിരിക്കുന്നതായിട്ടുള്ള സർവമയമായിരിക്കുന്ന വിഷ്ണുദേവന്റെ പത്നിപദം അലങ്കരിക്കുന്ന അല്ലയോ ഭൂമിദേവി, എന്റെ പാദം കൊണ്ട് നിനക്കുണ്ടാവുന്ന വേദന നീ താങ്ങിക്കൊണ്ട് എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മള് ശിരസ് മുട്ടിച്ച് നമിക്കണം. സാധിച്ചില്ല എങ്കിൽ തന്റെ കൈപ്പടം വെച്ച് ഭൂമിയിൽ മുട്ടിച്ച് ശിരസിലേക്ക് ആവാഹിച്ച് നമസ്കരിക്കണം. ഇത്രയും 2 സ്റ്റെപ്പ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടതുണ്ടല്ലേ. അത് കഴിഞ്ഞ് വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് വന്നാൽ ശുദ്ധമാണ്. പുറത്തേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശുദ്ധമാവണം. ശുദ്ധമാവണമെങ്കിൽ എന്താ വേണ്ടത്? എങ്ങനെ ശുദ്ധമാക്കുക? അകം പുണ്യമാക്കുക എങ്ങനെയാ? ഞാൻ എന്നെ തന്നെ പുണ്യമാക്കുന്നത് എന്തിനാണ്? തീർത്ഥത്തെ കൊണ്ടാണ് അല്ലേ. അപ്പൊ നമ്മൾ ജലത്തിന് വേണം, വെള്ളം വേണം നമുക്ക്. അപ്പൊ വെള്ളമുള്ള ഇടത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു. അപ്പൊ പൈപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം ഉണ്ടാവും, അല്ലെങ്കിൽ വെള്ളമുള്ള കിണറുണ്ടാകും, ഒക്കെ ഉണ്ടാവും. അവിടേക്ക് ചെന്ന് ആ വെള്ളത്തെ സ്വീകരിച്ച് ആ വെള്ളത്തെ തീർത്ഥമാക്കി നമ്മൾ മാറ്റണം. അതാ വേണ്ടത് അല്ലേ. ആ വെള്ളത്തെ കൈക്കുമ്പോഴിൽ എന്ത് കൈയിട്ടെടുത്തോട്ടെ, ഏതൊരു പാത്രത്തിലെടുത്താലും അതിനെ ഒന്ന് തീർത്ഥമാക്കി സങ്കല്പം ചെയ്യണം. അപ്പൊ തന്റെ മുതിരവരിലെ അതിലൊന്ന് സ്പർശിച്ചുകൊണ്ട് ഗംഗേ ചൈവ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധി കുരു. ഞാൻ തൊട്ട ഈ വെള്ളത്തില് ഈ ഗംഗ മുതലായിട്ടുള്ള 7 നദികളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രകൃതിക്ക് ഒരു 3 തുള്ളി ഇല്ലേ, 3 ഒരു തീർത്ഥം കൊടുത്തിട്ട് സ്വയം നമ്മൾ റോഷണം ചെയ്യുകയും സ്വയം നമ്മൾ ആദരിക്കുകയും ചെയ്യണം. ഇതാണെന്ത്? തീർത്ഥ ആവാഹന മന്ത്രം. എന്നിട്ട് നമ്മളിത് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടോ അവിടെ ഒഴിച്ചിട്ടോ കേട്ട് നമ്മൾ ഇത് കുളിക്കണം. മനസ്സിലായി? അപ്പൊ അങ്ങനെ പല്ല് തേച്ചു. അത് നമ്മൾ ആ ഉള്ളത്തെ ആദ്യം എന്ത് ചെയ്യണം?
ശുദ്ധീകൃതമാക്കണം എന്നാണ്. ഉള്ളം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉള്ളം ശരീരത്തിന്റെ ഉള്ളം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നത് എവിടുന്ന? വായിലൂടെയാണ് അല്ലേ? അപ്പൊ വായില് എന്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്? മോൾ നിരയിൽ 16 പല്ല്, അടിനിരയിൽ 16 പല്ല്, നടുവിലൊരു പ്രതലം. എന്ത് പ്രതലം? ഒരു നാവ്. അതല്ലേ വായാന്ന് പറഞ്ഞ സമ്പ്രദായം അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ നാവിനെ സംസാരത്തെ കൊടുക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? പല്ലുകളുടെ സഹായം വേണം അല്ലേ? ഈ പല്ലിനെ ശുദ്ധീകൃതമാക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ, നാമത്തെ ശുദ്ധമാക്കുക. മനസ്സിലായില്ലേ? അപ്പോ ഓം ക്ലീം കാമദേവായ നമഃ സർവജന പ്രിയായ നമഃ. പല്ല് തേക്കുമ്പോൾ ഉപയോഗിക്കുന്ന മന്ത്രമാണ് അതല്ലേ? അതെടുത്തിട്ട് ആ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? പല്ലിനെ ദന്ത ധാവന മന്ത്രം എന്നാണ് ഇതിന്റെ പേര്. ദന്തത്തെ ധാവനം ചെയ്യുക. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തായി? ശുദ്ധിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കായത്തെ ശുദ്ധമാക്കണം. കായം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. ശരീരത്തെ ശുദ്ധമാക്കണമെങ്കിൽ സ്നാനം ചെയ്യണം, കുളിക്കണം. അവിടെയും നമ്മൾ തീർത്ഥ ആവാഹന മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുളിക്കുന്നു എന്നാണ്. കുളിച്ച് പൃഷ്ഠഭാഗത്തെയൊക്കെ വൃത്തിയാക്കി, ആദ്യം പുറകുവശത്തെ വൃത്തിയാക്കി, അത് കഴിഞ്ഞതിന് ശേഷം മുൻവശത്തെ വൃത്തിയാക്കി, ഇതിന് ശേഷം കുളി കഴിഞ്ഞ് വന്നാലോ ആചരണം തുടങ്ങുകയായി. മനസ്സിലായി? ആ പാദത്തിലേക്ക് ഉള്ള യാത്ര ആരംഭിക്കുകയായി അല്ലേ? ചരണം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ചരണം കാല്